അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ പുതിയ ഒരു അധ്യായം പഠിക്കുവാൻ നാം ആരംഭിക്കുകയാണ്. ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തു അൽ ഖമർ. മക്കയിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 55 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അപ്പോൾ 55 ആയത്തുകൾ ഉള്ള പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമർ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഒരു അധ്യായമാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ വാഖിദിൻ അൽ-ലൈസി റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മാ കാന യഖറഉ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അദ്ഹാ വൽ ഫിത്ർ. ഈദുൽ അദ്ഹയിലും ഈദുൽ ഫിത്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സൂറത്തുകളായിരുന്നു ഓതിയിരുന്നത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി, ഫഖാല കാന യഖറഉ ഫീഹിമാ ബി ഖാഫ് വൽ ഖുർആനിൽ മജീദ്. സൂറത്തു ഖാഫും അതേപോലെ തന്നെ വഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ, യഖ്തറബത്തിസ് സാഅ വൻഷഖൽ ഖമർ എന്നുള്ള സൂറത്തുൽ ഖമറുമാണ് പാരായണം ചെയ്തിരുന്നത് എന്ന് അബൂ വാഖിദിൻ അൽ-ലൈസി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസങ്ങളിൽ പൊതുവെ പാരായണം ചെയ്യാറുള്ള സൂറത്തുകളിലൊന്നാണ് സൂറത്തു ഖാഫിൻ്റെ കൂടെ സൂറത്തു അൽ ഖമർ. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, വകാന യഖറഉ ബിഹിമാ ഫിൽ മഹാഫിലിൽ കിബാർ ലിഷ്തിമാലിഹിമാ അലാ ദിക്രിൽ വഅദി വൽ വഈദി വബദ്ഇൽ ഖൽഖി വഇആദതി. വലിയ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ നമസ്കാരങ്ങളിൽ, വലിയ ജമാഅത്തുകളിൽ, പെരുന്നാൾ നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഖമറും സൂറത്തു ഖാഫും പാരായണം ചെയ്യാനുള്ള കാരണം അതിൽ വഅദുമുണ്ട്, വഈദുമുണ്ട്, താക്കീതുമുണ്ട്, അതോടൊപ്പം വാഗ്ദാനങ്ങളുമുണ്ട്. നല്ല നല്ല വാഗ്ദാനങ്ങൾ, സ്വർഗത്തെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ, നരകത്തെക്കുറിച്ചുള്ള താക്കീതുകൾ, അതേപോലെ തന്നെ സൃഷ്ടിപ്പിൻ്റെ ആരംഭവും അതിൻ്റെ ആവർത്തനവും, വബദ്ഇൽ ഖൽഖി വഇആദതി വതൗഹീദ് വഇസ്ബാത്ത് അൻ-നുബുവ്വത്ത്, തൗഹീദും നുബുവ്വത്തിനെ സ്ഥാപിക്കുന്ന ആശയങ്ങളും, തൗഹീദിനെ സ്ഥാപിക്കുന്ന വതൗഹീദി വഇസ്ബാത്തിൻ നുബുവ്വാത്തി, തൗഹീദിനെയും നുബുവ്വത്തിനെയും സ്ഥാപിക്കുന്ന തെളിവുകൾ, വഗൈരി ദാലിക മിനൽ മഖാസിദിൽ അദീമ, അതേപോലെ മറ്റു വമ്പിച്ച ലക്ഷ്യങ്ങൾ, ഗൗരവമേറിയ കാര്യങ്ങൾ, അതൊക്കെ സ്ഥാപിക്കുന്ന അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ഈ അധ്യായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നു. വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ വെച്ച് സൂറത്തു ഖാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്തത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ പെരുന്നാളുകളിൽ ഓതിയിരുന്ന 2 അധ്യായങ്ങളാണ് സൂറത്തു ഖാഫ്, അതേപോലെ തന്നെ സൂറത്തു അൽ
ഖമർ. ഇൻഷാ അല്ലാഹ് ഈ അധ്യായം നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتول عنهم يوم يدعو الداعي إلى شيء نكر. സൂറത്തുൽ ഖമർ. അൽ ഖമർ. ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഇതിൻ്റെ ചന്ദ്രൻ അൽ ഖമർ, അതിൻ്റെ അവസാനത്തെ ഹർഫ് റാ ആണ്. റാ. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൻ്റെ ഒരു ഭംഗി, ഇതിലെ ഓരോ ആയത്തുകളും അവസാനിക്കുന്നത് റാ എന്ന ഹർഫിലാണ്. ഇതിലെ ഓരോ ആയത്തുകളും അവസാനിക്കുന്നത് റാ എന്ന ഹർഫിലാണ്. എന്നാൽ ആശയങ്ങളിലോ ആശയ ഗാംഭീര്യത്തിലോ അതിൻ്റെ തുടർച്ചയിലോ കൃത്രിമത്വങ്ങളൊന്നും കാണുക സാധ്യമല്ല. അത് അല്ലാഹുവിൻ്റെ കലാമിൻ്റെ ഒരു ഭംഗിയും പ്രത്യേകതയുമാണ്. ഈ അദ്ധ്യായത്തിന് അൽ ഖമർ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്ന ഒരു സംഭവമുണ്ടായി. അത് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടതാണ്. അതിൽ ചന്ദ്രനെ പിളർത്തി കാണിക്കാമോ എന്നുവരെ അവർ ചോദിക്കുകയുണ്ടായി എന്നാണ്. അതിനുള്ള ഒരു മറുപടി എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തായി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ആ സംഭവം വിശദീകരിക്കുന്നത് കൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് അൽ ഖമർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ത്യനാളിൻ്റെ സാമീപ്യത്തെ അള്ളാഹു പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ അദ്ധ്യായം തുടങ്ങുന്നത് തന്നെ ഇഖ്തറബത്തിസ്സാഅ, അന്ത്യസമയം അടുത്തിരിക്കുന്നു. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ ഖരീബായി വരിക, അടുത്തു വരുന്നതിനാണ് ഇഖ്തറബ എന്ന് പറയുന്നത്. ഇഖ്തറബ, യഖ്തരിബു, ഇഖ്തിറാബൻ, ഇഖ്തറബ, യഖ്തരിബു, ഇഖ്തിറാബൻ, അടുത്തു വരിക. ഇഖ്തറബത്തിസ്സാഅ, അസ്സാഅ എന്ന് പറഞ്ഞാൽ ആ സമയം അഥവാ അന്ത്യനാൾ, ഖിയാമത്തിൻ്റെ സമയം അത് അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ഇൻഷഖ എന്ന് പറഞ്ഞാൽ ഇൻഫലഖ, പിളരുക. ഇൻഷഖ, ഇൻഫലഖ, യൻഷഖു ഇൻഷിഖാഖൻ, ഇൻഷിഖാഖൻ പിളരുക. ഇൻഷഖ യൻഷഖു ഇൻഷിഖാഖൻ പിളരുക. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് അന്ത്യസമയം അടുത്തിരിക്കുന്നു എന്നാണ്.
സൂറത്തുൽ അംബിയാഇന്റെ തുടക്കത്തിലും കാണാം, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅരിദൂൻ. മനുഷ്യർക്ക് അവരുടെ വിചാരണ വളരെ അടുത്തെത്തിയിരിക്കുന്നു, എന്നാൽ അവർ വഹും ഫീ ഗഫലത്തിൻ മുഅരിദൂൻ, അവർ അശ്രദ്ധയിലാണ്. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. ഖിയാമത്ത് നാളിനെ അവർ ദൂരെയായി കാണുന്നു മനുഷ്യൻ, എന്നാൽ നാം അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അസിഫത്തിൽ ആസിഫ, ആ സമീപസ്ഥമായ സംഭവം അടുത്തെത്തിയിരിക്കുന്നു എന്നും ഖുർആനിൽ കാണാം. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ തആല ജഅല ദുനിയ കുല്ലഹാ ഖലീല. അള്ളാഹു ദുനിയാവിനെ തന്നെ മൊത്തത്തിൽ ഖലീലായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. പരിശുദ്ധ ഖുർആനിൽ പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ്, അത് പ്രത്യേകം പറയണം, ഇല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ പ്രപഞ്ചവും. പക്ഷെ പരലോകം എന്ന് പറഞ്ഞാൽ അവിടെ സമയം സ്റ്റഡിയാണ്, അവിടെ അന്ത്യമില്ല. അപ്പോൾ അന്ത്യമില്ലാത്തൊരു ലോകത്തെ അപേക്ഷിച്ച് അന്ത്യമുള്ള ഒരു ലോകമെന്ന് പറയുന്നത് അത് എത്ര ദൈർഘ്യമേറിയ, ഇനി കോടാനുകോടി വർഷമുണ്ടെങ്കിലും അതെന്താണ്? ഖലീലാണ്. കാരണം അതല്ലാത്തത് ഒന്നിൽ അന്ത്യം തന്നെയില്ല, അവസാനമില്ല. അപ്പോൾ കോടാനുകോടി വർഷം കഴിഞ്ഞ് അവസാനിക്കുന്ന ഒന്നും അവസാനിക്കാത്ത ഒന്നിൻ്റെ അടുത്ത് എന്താണ്? ഖലീലാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നല്ലാഹ തആല ജഅല ദുനിയ കുല്ലഹ ഖലീല വമാ ബഖിയ മിൻഹാ ഇല്ലൽ ഖലീൽ. അതിൽ നിന്ന് തന്നെ ദുനിയാവ് മൊത്തത്തിൽ തന്നെ ഖലീലാണ്, അതിൽ നിന്ന് അവശേഷിക്കുന്നത് അതിനേക്കാൾ ഖലീലാണ്. വമാ ബഖിയ മിൻഹാ ഇല്ലൽ ഖലീലു മിനൽ ഖലീൽ. ആ ഖലീലിൽ നിന്നൊരു ഖലീലാണ് എന്ത് ചെയ്യുന്നത്? ദുനിയാവാകുന്ന ഖലീലിൽ നിന്ന് വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ എന്ന് ആര് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമസലു മാ ബഖിയ മിൻഹാ കസ്സഗ്ബി യഅനിൽ ഗദീറ ശുരിബ സഫ്വുഹു വബഖിയ ഖദറുഹു. അതുകൊണ്ട് തന്നെ ഇനി അവശേഷിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഉപമ പറയുന്നത് മരുഭൂമിയിലും മറ്റും കാണുന്ന ചെറിയ വെള്ളക്കെട്ട് പോലെ. അതിൻ്റെ മേലെയുള്ളതെല്ലാം മൃഗങ്ങൾ കുടിച്ച് അവസാനം അടിയിലൊരൽപ്പം ചളിയോടുകൂടി നിൽക്കുന്ന അല്പം വെള്ളമുണ്ടല്ലോ, അതിനാണ് ഖദർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗദീർ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ഇനി ദുനിയാവ് എന്നാണ്. ഉള്ളതിൽ നിന്ന് തന്നെ എല്ലാം വറ്റുകയും കുടിക്കുകയും ചെയ്തു. പിന്നീട് മണ്ണിനോട് ചേർന്ന് ഒരൽപ്പം ചളിയോടുകൂടി നിൽക്കുന്ന ഒരൽപ്പം വെള്ളമുണ്ടല്ലോ, അതുപോലെ മാത്രമേ ദുനിയാവ് ബാക്കിയുള്ളൂ. ഇഖ്തറബത്തി സ്സാഅ, അന്ത്യസമയം അടുത്തിരിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു അന വസ്സാഅത കഹാദിഹി മിൻ ഹാദിഹി ഔ കഹാതൈനി വഖറന ബൈന അസ്സബാബതി വൽ വുസ്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചൂണ്ടുവിരലും മധ്യവിരലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഇതുപോലെയാണ് ഞാനും ഖിയാമത്ത് നാളും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ബുഇസ എന്നാണ് പറഞ്ഞത്. അത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും സമീപത്താണ്. പ്രവാചകൻ വന്നാൽ പിന്നെ അടുത്തത് പ്രതീക്ഷിക്കാനുള്ളത് ഖിയാമത്ത് നാളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അതേ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ അതിനെ വിശദീകരിക്കുന്നത്, ഫഇന്ന ദുനിയ ഖദ് ആദനത് ബിസുറുമിൻ വവല്ലത് ഹദ്ദ. ദുനിയാവിത നിങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നു, നിങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നു, അഥവാ തിരിച്ചു പോകാൻ അനുവാദം ചോദിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഇനി തിരിച്ചു പോവുകയാണ്.
വലം യബ്ഖ മിൻഹാ ഇല്ലാ സുബാബത്തുൻ കസുബാബത്തിൽ ഇനാഇ യതസാബ്ബുഹാ സാഹിബുഹാ. ഇനി അതിൽ നിന്ന് അവശേഷിക്കുന്നത് വെള്ളം കുടിക്കുന്ന ഒരാൾ ആ കുടിക്കുന്ന പാത്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അല്പവെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. നമ്മളൊക്കെ ഗ്ലാസിൻ്റെ അടിയിലും പാത്രത്തിൻ്റെ അടിയിലുമുള്ള കുറച്ച് വെള്ളം അത് അവസാനം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എത്രയാണോ അത്രയും കുറച്ചു മാത്രമാണ് ദുനിയാവ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യൻ അവൻ്റെ ഒരു പരിധിയും അവൻ്റെ ബുദ്ധിയുടെ പരിമിതിയും വെച്ചുകൊണ്ട് കുറേ ദിവസങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഖിയാമത്ത് നാളും, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാനും അന്ത്യസമയവും അടുത്തടുത്തായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. എന്നാൽ പ്രവാചകൻ വഫാത്തായതിനു ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ തന്നെ 1400 വർഷം കഴിഞ്ഞു. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കണക്കാണ്. എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. ഒരു വ്യക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോഴും അത് തന്നെ. മനുഷ്യൻ്റെ ആയുസ് എത്രയാണ്? 60 70 ഏറിയാൽ 100 വർഷങ്ങളാണ്. ഇത് വളരെ ചെറിയതാണ്, വളരെ ചെറിയൊരളവാണ്. മരണത്തോടുകൂടി തന്നെ അയാളുടെ ഖിയാമത്തിൽ പ്രവേശിച്ചു എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ഒരാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ ഖിയാമത്ത് നാൾ ആരംഭിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വമ്പിച്ച യാഥാർത്ഥ്യത്തെ താക്കീത് നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഇഖ്തറബത്തിസ് സാഅ. മഹാനായ അബൂ ജഅഫർ അത്തൊബരി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇഖ്തറബത്ത് ഐ ഇഫ്തഅലത് മിനൽ ഖുർബ് വഹാദാ മിനല്ലാഹി തആല ദിക്റുഹു ഇൻദാറുൻ ലിഇബാദിഹി ബിദുനൂവിൽ ഖിയാമ വഖുർബി ഫനാഇദ് ദുനിയ വഅംറുൻ ലഹും ബിലിസ്തിഅദാദി ലിഅഹ്വാലിൽ ഖിയാമത്തി ഖബ്ല ഹുജൂമിഹാ അലൈഹിം വഹും അൻഹാ ഫീ ഗഫ്ലത്തിൻ സാഹൂൻ. അദ്ദേഹം പറയുകയാണ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന ഒരു താക്കീതാണ്, മനുഷ്യർക്ക് നൽകുന്ന ഒരു താക്കീതാണ്. ഇതാ ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, ദുനിയാവ് നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അശ്രദ്ധയിലായിരിക്കെ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളൂ എന്ന ഒരു താക്കീതും മുന്നറിയിപ്പുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്നവരും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണക്കാർ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കൾ പ്രത്യേകിച്ചും ഖിയാമത്ത് നാളിനു വേണ്ടി ഒരുങ്ങേണ്ടതാകുന്നു എന്നാണ് ഈ അധ്യായം മനസ്സിലാക്കി തരുന്നത്. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമറു. ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. ഇൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. എന്താണ് ചന്ദ്രൻ പിളരുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദില്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഇൻശഖൽ ഖമറു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഖ്ഖതൈനി ഫഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്ഹദൂ. നബിയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ 2 പാർട്ടായി പിളർന്നു, 2 കഷണമായി പിളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശ്ഹദൂ, എല്ലാവരും സാക്ഷ്യം വഹിച്ചോളൂ, കണ്ടോളൂ. 2 ചന്ദ്രനെ ഒരേ സ്ഥലത്ത് കാണിച്ചു കൊടുത്തു. അതിനുള്ള ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ അന്നഹു ഹദ്ദസഹും അന്ന അഹ്ല മക്ക, മക്കയിലുള്ള ആളുകൾ സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുരിയഹും ആയ, ഒരു ദൃഷ്ടാന്തം, മുഹമ്മദ് നബിയാണ് എന്ന് തെളിയിക്കുന്ന, പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന ഒരു മുഅ്ജിസത്ത്, അമാനുഷിക ദൃഷ്ടാന്തം അവർ നബിയോട് ചോദിച്ചു. ഫഅറാഹും ഇൻശിഖാഖൽ ഖമർ, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു എന്നാണ്. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ആയതൻ ഹുജ്ജതൻ അലാ സുദ്ഖി ഖൗലിഹി വഹഖീഖതി നുബുവ്വതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തിൻ്റെ ഹഖീഖത്ത്, ഇത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സത്യമാണ്, പ്രവാചകൻ പറയുന്ന തൗഹീദ് സത്യമാണ്. അതെല്ലാം സ്ഥാപിക്കാൻ വേണ്ടി അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നു, അന്നൽ ഖമറൻ ഷഖ്ഖ ഫീ സമാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ രണ്ടായി പിളരുകയുണ്ടായി. എങ്ങനെയാണ് ഈ രണ്ടായി പിളർന്ന് കാണിച്ചു കൊടുത്തത്? രണ്ടും രണ്ട് ദിക്കിലാണോ? ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറുമാണോ? അല്ല. മറിച്ച് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇൻഷഖൽ ഖമറു അലാ അഹ്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഖതൈൻ, രണ്ട് ഫിർഖത്തുകളായി, രണ്ട് കഷ്ണങ്ങളായി അത് പിരിഞ്ഞു. ഫൗഖൽ ജബലി വഫിർഖതൻ ദൂനഹു, ഫിർഖത്തുൻ ഫൗഖൽ ജബലി വഫിർഖത്തുൻ ദൂനഹു, അതിൽ ഒരു ഭാഗം പർവ്വതത്തിൻ്റെ മേലെ ഉയർന്ന സ്ഥാനത്ത്, മറ്റൊന്ന് അതിനേക്കാൾ താഴെയായിട്ട്. അപ്പോൾ ഒരേ ദിശയിൽ തന്നെ, ഒരേ ദിക്കിൽ തന്നെ രണ്ട് ചന്ദ്രൻ ആകാശത്ത്, ഒരേ ദിക്കിൽ തന്നെ രണ്ട് ചന്ദ്രൻ ആകാശത്ത്. അത് രണ്ട് ദിക്കിലായിരുന്നെങ്കിൽ ഒരു വേള അവർ പറയുമായിരുന്നു രണ്ട് നാട്ടുകാർക്ക് വേറെ വേറെ തോന്നിയതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ദിക്കിൽ രണ്ട് ചന്ദ്രനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ നിലക്ക് അത്ഭുതകരമായ ആ ഒരു ദൃഷ്ടാന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ അവരിൽ മഹാഭൂരിപക്ഷവും തങ്ങളുടെ സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ യറൗ ആയതൻ, വഇൻ യറൗ, അവർ കണ്ടാൽ, കാണുകയാണെങ്കിൽ, റഅ യറാ റുഅയതൻ, റഅ യറാ റുഅയതൻ, കാണുക. വഇൻ യറൗ ആയതൻ, അവർ ഒരു ദൃഷ്ടാന്തം കണ്ടാൽ, ഏതൊരു ദൃഷ്ടാന്തവും കണ്ടാൽ. കാരണം ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഖുർആനിക വചനങ്ങൾ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നിടത്താണ് അവർ മറ്റൊരു ദൃഷ്ടാന്തം ചോദിക്കുന്നത്. സത്യത്തിൽ ഖുർആൻ തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്നു എന്നത് വളരെ വലിയൊരു ദൃഷ്ടാന്തമാണ്. കാരണം എഴുത്തും വായനയും അറിയാത്ത നബിയിലൂടെ അത് വരുന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ദൃഷ്ടാന്തങ്ങൾ നബിയിൽ നിന്നവർ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ ആ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ, വഇൻ യറൗ ആയതൻ, ഒരു ദൃഷ്ടാന്തം കണ്ടാൽ, യുഅരിദു, അറദ യുഅരിദു ഇറാദൻ, അവർ അതിനെ അവഗണിക്കുകയാണ്, അവഗണിച്ച് തിരിഞ്ഞു കളയുകയാണ്, അവഗണിച്ച് തിരിഞ്ഞു കളയുകയാണ്. വയഖൂലു ഖാല യഖൂലു ഖൗലൻ, വയഖൂലു, അവർ പറയുകയും ചെയ്യുന്നു, സിഹ്റുൻ, ഇത് സിഹ്റാണ്, ജാലവിദ്യയാണ്, മാരണമാണ്. മുസ്തമിറുൻ, ഇത് പണ്ടേക്ക് പണ്ടേ നടന്നു വരുന്ന സിഹറാകുന്നു. മുസ്തമിർ എന്ന് പറഞ്ഞാൽ ദാഹിബുൻ, നീങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ചിലർക്ക് തോന്നുന്നതാണ്, അവരെ തോന്നിപ്പിക്കുന്നതാണ്, തഖയ്യുലാണ്. അപ്പോൾ സാഹിർ വിചാരിച്ചാൽ ആ നിലക്ക് തോന്നിപ്പിക്കാൻ കഴിയും. ഒന്നിനെ രണ്ടാക്കിയും രണ്ടിനെ നാലാക്കിയും തോന്നിപ്പിക്കാൻ കഴിയും. അതേപോലെ ചന്ദ്രനെ രണ്ടാക്കി തോന്നിപ്പിച്ചത് അതൊരു സിഹറാണ്, ഒരു മാജിക്കാണ്, ജാലവിദ്യയാണ്. മുസ്തമിറുൻ, മുസ്തമിർ എന്ന വാക്കിന് വ്യത്യസ്തങ്ങളായ തഫ്സീറുകളുണ്ട്. അതിലൊന്ന് ഇസ്തമറ യസ്തമിറു, തുടർന്നു വരുന്നത്, ഇസ്തിമറാറൻ, തുടർന്നു വരുന്നത്, പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ടാണ് നൂഹ് നബിയുടെ ജനത പോലും നൂഹ് നബിയെക്കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹത്തിന് സിഹർ ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സാഹിറാണ് അന്ന് പറഞ്ഞു, ഒന്നാമത്തെ റസൂലിനോട് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ പണ്ടേക്ക് പണ്ടേ നടന്നു വരുന്ന സിഹറിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതാണ് സിഹ്റുൻ മുസ്തമിർ. മറ്റൊന്ന് ദാഹിബുൻ, സിഹ്റുൻ മുസ്തമിർ, ദാഹിബാണ്, ഇതിപ്പോൾ തോന്നുന്നതാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതെയാവും. അതേപോലെ തന്നെ ഷദീദ് എന്നൊരർത്ഥമുണ്ട്. സിഹ്റുൻ മുസ്തമിറുൻ ഐ സിഹ്റുൻ ഷദീദ്, കഠിനമായ സിഹറാണ്, കഠിനമായ വമ്പിച്ച സിഹറാണ്. കാരണം മാജിക്കുകളിൽ ചിലത് വളരെ അസാധ്യമായതാണ്. ആ നിലക്കുള്ള അസാധ്യമായ സിഹ്റുൻ ഷദീദാണ് എന്നും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിഹറാണ് എന്നാണ് അവർ പറഞ്ഞത്. വയഖൂലു സിഹ്റുൻ മുസ്തമിർ, ഇത് നിലനിൽക്കുന്ന, പണ്ടേക്ക് പണ്ടേ നിലനിന്ന് വരുന്ന, അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്ന ഒരു ശക്തമായ സിഹറാണ് എന്നവർ പറഞ്ഞു. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ
ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് വ ഇൻ യറൽ മുശ്രികൂന അലാമതൻ തദുല്ലുഹും അലാ ഹഖീഖത്തി നുബുവ്വത്തി നബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദിലാലതൻ തദുല്ലുഹും അലാ സുദ്ഖിഹി ഫീമാ ജാഅഹും ബിഹി മിൻ ഇൻദി റബ്ബിഹിം യുഅരിദു അൻഹാ ഫതവല്ലൗ മുൻകിരീന ലഹാ മുകദ്ദിബീന അൻ തകൂന ഹഖ്ഖൻ യഖീനാ വയഖൂലു തക്ദീബൻ മിൻഹും ബിഹാ വഇൻകാറൻ ലഹാ അൻ തകൂന ഹഖ്ഖൻ ഹാദാ സിഹ്റുൻ സഹറനാ ബിഹി മുഹമ്മദുൻ ഖത്താ ഖയ്യല ഇലൈനാ അന്നാ നറൽ ഖമറ മുൻഫലിഖൻ ബിസ്നൈനി ബിസിഹ്രി വഹുവ സിഹ്റുൻ മുസ്തമിർ യഅനി ദാഹിബുൻ. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകന്റെ നുബുവ്വത്തിന്റെ സത്യതയെ സ്ഥാപിക്കുന്ന, പ്രവാചകൻ പറയുന്ന തെളിവുകളുടെ സത്യതയെ സ്ഥാപിക്കുന്ന വല്ലതും കണ്ടാൽ അവർ അതിനെ അവഗണിക്കുകയും അവർ അതിനെ കളവാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നു ഇത് മുഹമ്മദ് നബി ചെയ്യുന്നൊരു സിഹറാണ്. നബിക്ക് തന്നെ അവർ പൊതുവെ നൽകിയ പേരുകളിലൊന്ന് സാഹിർ എന്നാണ്. നബി മാരണക്കാരനാണ്, ജാലവിദ്യക്കാരനാണ്, സിഹർ ബാധിച്ച ആളാണ് എന്നൊക്കെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അക്കാലഘട്ടത്തിൽ തന്നെ അതിന് മറുപടി നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ അതിന് മറുപടി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ മറുപടി? മാജിക്കിനൊരു പ്രത്യേകതയുണ്ട്. ഒരു നിശ്ചിത ആളുകൾ, സിഹർ ചെയ്യുന്ന ആളുടെ സാന്നിധ്യത്തിലുള്ള ആളുകളെ മാത്രമേ അവർക്ക് കൺകെട്ടാൻ പറ്റുള്ളൂ. അസാന്നിധ്യത്തിലുള്ളവരെ കൺകെട്ടാൻ പറ്റൂല. അപ്പോൾ ആ പരിസരത്ത് അവരുടെ പരിധിയിൽ നിൽക്കുന്ന ആളുകളെയാണ് അവർ മാജിക്കിലൂടെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റുക. അപ്പോൾ സിഹറിനെ കുറിച്ചറിയാവുന്ന, മാജിക്കിനെ കുറിച്ചറിയാവുന്ന അവിടെയുള്ള ജനങ്ങൾ തന്നെ ഇത് മാജിക്കാണോ അല്ലേ, കാരണം അവർ ആകാശത്ത് 2 ചന്ദ്രനെ കാണുകയാണ്, മാജിക്കാണോ അല്ലേ? അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു ഇൻ കാന സഹറന ഫഇന്നഹു ലാ യസ്തതിഉ അൻ യസ്ഹറ അന്നാസ കുല്ലഹും. മക്കയിൽ നമ്മെ സിഹർ കാണിച്ചിട്ട് കബളിപ്പിക്കാൻ പറ്റും, പക്ഷേ മൊത്തം ജനങ്ങളെ കാണിപ്പിക്കാൻ പറ്റൂല. ചന്ദ്രനാകട്ടെ ഒരുവിധം എല്ലാ നാട്ടുകാർക്കും കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം, മറ്റു നാട്ടുകാരോട് ചോദിക്കാം, അവരും സെയിം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സിഹറല്ല. എന്നതല്ല, അവരാരും കണ്ടിട്ടില്ല, നമ്മൾ മാത്രമാണെങ്കിൽ അത് സിഹറാണ്. മുസ്നദു ഷാഷി അതിൽ കാണാൻ സാധിക്കും ഹാദാ സിഹ്റുൻ സഹറന ഇബ്നു അബി കബ്ഷ ഫൻദുറു ഇല സുഫാരി യഅ്തൂനക്കും. മക്കയിലേക്ക് വരുന്ന മറ്റു സഫീറുകളോട്, യാത്രക്കാരോട് നമുക്ക് വിവരം ചോദിക്കാം. എന്നിട്ട് ഫഇൻ അഖ്ബറൂക്കും അന്നഹും റഅൂ മിസ്ല മാ റഅയ്തും വഇല്ല ഫഖദ് കദബതും. അതുകൊണ്ട് തന്നെ അവരും ഇതേപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പറയുന്നത് കളവാണ്. എന്നാൽ ഫമാ ജാഅഹും അഹദും മിൻ വജ്ഹിൻ മിനൽ വുജൂഹി ഇല്ല അഖ്ബറഹും അന്നഹും റഅൂ മിസ്ല മാ റഅൂ. മക്കയിലേക്ക് ഏത് നാട്ടിൽ നിന്ന് വന്നവരും പറഞ്ഞു എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നെല്ലാവരും സാക്ഷ്യം വഹിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചരിത്രത്തിൽ സത്യമാണോ എന്നറിയില്ല. കേരളത്തിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട ഒരു രാജാവ്, ചേരമാൻ, ആ രാജാവ് വരെ നബിയെ അന്വേഷിച്ച് പുറപ്പെടുകയും അദ്ദേഹം വരെ യാത്രയിൽ 2 ചന്ദ്രനെ കാണുകയും ചെയ്തു എന്ന് ചില ചരിത്ര രേഖകളിൽ കാണുന്നു. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് പുറപ്പെട്ട ഏത് നാട്ടുകാരും കണ്ടിട്ടുണ്ട്. അതിലൊരു പക്ഷേ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടവരും കണ്ടിരിക്കാം. നിഷേധിക്കേണ്ടെന്ന ആവശ്യമില്ല, സ്ഥാപിക്കാൻ പറ്റുന്ന വ്യക്തമായ സനദിൻ്റെ തെളിവുകളുമില്ല. ഏതായിരുന്നാലും ശരി, എല്ലാ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട ആളുകളും അത് കാണുകയുണ്ടായി. മാത്രമല്ല, ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്നാൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഇത്രയും വലിയൊരു ദൃഷ്ടാന്തം കാണിച്ചപ്പോൾ മക്കയിലെ ആളുകൾ പ്ലേറ്റ് മാറ്റി. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു ഇഷ്ഹദിയ അബാബക്കർ, അബൂബക്കറെ കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇദ്ദേഹം സാഹിറാണെന്ന്. നോക്കൂ നീ, സഹറൽ ഖമറ ഹത്തൻ ഷക്ക, ചന്ദ്രനെ വരെ സിഹർ കൊണ്ട് 2ആക്കി കളഞ്ഞു, അത്രക്ക് വലിയ സാഹിറാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടോ എന്നാണ് പിന്നെ അവർ മാറ്റി പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ആദ്യം പറഞ്ഞതിനെ വേഗം അവർ മാറ്റി. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന ഉദ്ദേശത്തിലല്ല ഈ ആവശ്യപ്പെടുന്നതൊക്കെ. അങ്ങനെ പലരുമുണ്ട്, അത് അന്നും ഇന്നുമുണ്ട്. ഭയങ്കര തെളിവും ചോദിച്ചു വരും. തെളിവ് കൊടുത്താലോ വേറെന്തെങ്കിലും ന്യായം പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ തെളിവ് ചോദിക്കുന്ന എന്തിനാണ്? ഉണ്ടാവൂല എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ആണ്. എന്നാൽ മുന്നിൽ തെളിവ് സമർത്ഥിക്കപ്പെട്ടാൽ
ആയത്തുകളും ഹദീസുകളും പണ്ഡിതന്മാരുടെ തഫ്സീറും ഒക്കെ വന്നാൽ പിന്നെ ചോദിക്കുക അത് പണ്ഡിതന്മാരല്ലേ, അത് തഫ്സീറല്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ സ്വഭാവമുള്ള ആളുകൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇൻ യറൗ ആയതൻ യുരിദു, ഒരു ദൃഷ്ടാന്തം കണ്ടാൽ അവർ അതിനെ അവഗണിക്കുകയും വയഖൂലു, അവർ പറയും സിഹറുൻ മുസ്തമിർ, ഇത് സിഹറാണ്, മാരണമാണ്, അത് നീങ്ങിപ്പോകും, ഇത് പണ്ടേ നടന്നു വരുന്ന ഒരു കാര്യം മാത്രമാണ് എന്ന് അവർ പറയുന്നു. വകദ്ദബു, അങ്ങനെ അവർ കളവാക്കുന്നു, അവർ കളവാക്കി. കദ്ദബ യുകദ്ദിബു തക്ദീബൻ, കളവാക്കുക. വകദ്ദബു വത്തബഉ അഹ്വാഅഹും, ഇത്തബഅ യത്തബിഉ ഇത്തിബാഅൻ, ഇത്തബഅ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, അനുധാവനം ചെയ്യുക. വത്തബഉ അഹ്വാഅഹും, അവർ കളവാക്കുകയും അവർ അവരുടെ തന്നിഷ്ടങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഹവയുടെ ജംആണ് അഹ്വാ. ഹവ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം, മനസ്സിൽ തോന്നിയത്, ഇഷ്ടമുള്ളത്, താല്പര്യത്തോട് യോജിക്കുന്നത്, അതാണ് ഹവ. അതിൻ്റെ ജംആണ് അഹ്വാ. വത്തബഉ അഹ്വാഅഹും, ഇത്രയും വലിയ ദൃഷ്ടാന്തമുണ്ടായിട്ടും അവർ അതിനെ അല്ല ഫോളോ ചെയ്തത്, പിന്നെ അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകുല്ലു അംരിൻ, എല്ലാ കാര്യങ്ങളും, വകുല്ലു അംരിൻ, എല്ലാ കാര്യങ്ങളും മുസ്തഖിറുൻ, അതിന് വ്യക്തമായ ഒരു പര്യവസാനമുണ്ട്, ഒരു എൻഡുണ്ട്. ഇസ്തഖറ എന്ന് പറഞ്ഞാൽ ഇസ്തഖറ യസ്തഖിറു ഇസ്തിഖറാറൻ, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് അതിൻ്റെ നതീജ, അതിൻ്റെ ആഖിറായിട്ടുള്ള റിസൾട്ടിലെത്തി നിൽക്കുന്നതിനാണ് അത് പറയുക. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമൊക്കെ രാത്രിയിൽ സങ്കേതിക്കുന്ന സങ്കേതത്തിന് മുസ്തഖർ അല്ലെങ്കിൽ ഖറാർ എന്ന വേർഡ് ഉപയോഗിക്കും. അവരുടെ ഖറാറിലെത്തി അല്ലെങ്കിൽ മുസ്തഖറിലെത്തി. വശംസു തജ്രീ ലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു മുസ്തഖറിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അത് അള്ളാഹു കണക്കാക്കിയതാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും, എല്ലാ ഉപഗ്രഹങ്ങൾക്കും, എല്ലാ ഗാലക്സികൾക്കും, എല്ലാറ്റിനും അങ്ങനെ ഒരു അന്ത്യമുണ്ട്. ഒരുപാട് നക്ഷത്രങ്ങൾ, ഇന്ന് നമ്മൾ പ്രകാശം കാണുന്ന പല നക്ഷത്രങ്ങളും ഉപരിലോകത്തില്ല, നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവയുടെ പ്രകാശം ഇപ്പോഴാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് എന്ന് മാത്രം. പക്ഷെ അവർ വർഷങ്ങൾക്ക് മുമ്പേ നശിച്ചു പോയിട്ടുണ്ട്. അവയുടെ മുസ്തഖർ എത്തിയിട്ടുണ്ട്. സൂര്യനും അങ്ങനെ ഒരു മുസ്തഖറുണ്ട്. അതിനു പുറമെ ഡെയിലി സൂര്യൻ്റെ ചലനത്തിൽ മനുഷ്യൻ അനുഭവപ്പെടുന്ന ഒരു മുസ്തഖറുണ്ട്, സൂര്യാസ്തമയവും സൂര്യോദയവും. അതിനു പുറമെ സ്വഹീഹായ ഹദീസുകളിൽ വന്ന ഓരോ ദിവസവും സൂര്യന് അർശിൻ്റെ താഴെ അള്ളാഹുവിനോട് പിറ്റേ ദിവസം ഉദിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നുണ്ട്. അത് ഗൈബിയായ ഒരു വിഷയമാണ്, നമുക്കറിയില്ല. അർശിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെവിടെയുമാകാം, ഇൻഷാ അല്ലാഹ്, പ്രപഞ്ചത്തിലെവിടെയുമാകാം. അപ്പോൾ സൂര്യൻ്റെ ചലനം ഇങ്ങനെ നോക്കി വീക്ഷിച്ചിട്ട് അതിൻ്റെ മേലെ അർശ് കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിക്കേണ്ട. അങ്ങനെ അന്വേഷിച്ച പലരും ഈ ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ട്, വളരെ ശുഷ്കിച്ച ബുദ്ധിയുള്ള ചില ആളുകൾ. അപ്പോൾ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതാണ്, സൂര്യൻ എല്ലാ ദിവസവും അർശിൻ്റെ താഴെ സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാണ്, നാളെ ഉദിക്കണോ വേണ്ടേ കിഴക്ക് നിന്ന്. അങ്ങനെ ഒരു ദിവസം വരും, അന്ന് അള്ളാഹു പറയും കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്ന് തന്നെ ഉദിക്കണം എന്ന് പറയും. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അതാണ് ഖിയാമത്ത് നാളിൻ്റെ തുടക്കം. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും കുറച്ചു കാലം മനുഷ്യൻ വീണ്ടും ജീവിക്കും. പക്ഷെ അത് ഖിയാമത്ത് നാളിൻ്റെ വലിയ തുടക്കങ്ങളിലൊന്നാണ്, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക. അപ്പോൾ ആ നിലക്കുള്ള ഇസ്തിഖ്റാർ എല്ലാറ്റിനുമുണ്ട്. വകുല്ലു അംരിൻ മുസ്തഖിർ, എല്ലാ കാര്യങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്, ഒരു അറ്റമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വകദ്ദബ ഹഉലാഇൽ മുശ്രികൂന മിൻ ഖുറൈശിൻ ബിആയാത്തില്ലാഹ് ബഅദമാ അത്തതുഹും ഹഖീഖതുഹാ, വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും ഖുറൈശികൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കി. വആയനു ദിലാലത അലാ സിഹ്ഹതിഹാ ബിറുയതിഹിമുൽ ഖമറ മുൻഫലിഖൻ ഫിൽ ഖതൈൻ, രണ്ട് കഷ്ണങ്ങളായി ചന്ദ്രൻ പിളർന്നത് അവർ കണ്ടപ്പോഴും വത്തബഉ അഹ്വാഅഹും, ഇതൊക്കെ കണ്ടിട്ടും അവർ
ഇത്തിബാ ചെയ്തത് അവരുടെ ഹവക്കാണ്. വആസറു ഇത്തിബാഅ മാ ദഅത്ഹും ഇലൈഹി അഹ്വാഉ അൻഫുസിഹിം മിൻ തക്ദീബി ദാലിക അല തസ്ദീഖ്. സത്യപ്പെടുത്തുന്നതിനു പകരം അതിനെ കളവാക്കാനാണ് അവരുടെ ഹവ അവരോട് പറഞ്ഞത്. ആ ഹവക്ക് അവർ മുൻഗണന കൊടുത്തു, തെളിവുകൾക്ക് മുൻഗണന കൊടുത്തില്ല. ഖദ് ഐഖനു സിഹ്ഹതഹു മിൻ നുബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സിഹ്ഹത്ത്, നുബുവത്തിൻ്റെ സിഹ്ഹത്ത് അവർ കണ്ണുകൊണ്ട് കണ്ടുറപ്പിച്ചതാണ്. ഫിർഔൻ കണ്ടതുപോലെ, ഫിർഔനും ആളുകളും മൂസാ നബിയുടെ ദൃഷ്ടാന്തങ്ങൾ കണ്ടതാണ്. അത് സിഹറല്ല എന്ന് സാഹിറുകൾ വരെ സമ്മതിച്ചതാണ്. അതുകൊണ്ടാണ് അവരൊക്കെ മുസ്ലിമീങ്ങളായത്. സിഹറിനെ കുറിച്ച് ഏറ്റവും അറിയുന്ന സാഹിറുകൾ പറയാണിത് സിഹറല്ല, എന്നാലും അതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവർ പറയാണ് അത് സിഹറാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പലതും. ആലിമുകൾ പറയുന്നു ഹദീസ് സഹീഹാണ്, ജാഹിൽ അപ്പോൾ പറയും അത് ദഈഫാണ്. ആലിമുകൾ പറയുന്നത് അംഗീകരിക്കുന്നതിൽ മനുഷ്യബുദ്ധിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച്, ഹദീസിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്തവൻ അത് സ്വീകരിക്കാൻ പറ്റൂല എന്നും പറയും. ഹദീസിനെക്കുറിച്ച് പർവ്വത സമാനമായ അറിവുള്ളവർ പറയാണ് ഒരു ന്യൂനതയില്ലാത്ത ഹദീസാണ്. എന്നാൽ ഹദീസിൻ്റെ ഒരു സനദ് പോലും അറിയാത്ത ജാഹിൽ പറയാണ് ഇത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഫിർഔനിനും കൂട്ടർക്കും യഖീന് വന്നിട്ടും അവർ വിശ്വസിച്ചില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്നതുപോലെ ഇവർക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടിയിട്ടും അവർ സ്വന്തം ഹവയെ പിൻപറ്റി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മനുഷ്യർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നൽകുന്ന ഒരു ഇൽമാണ് വകുല്ലു അംരിൻ മുസ്തഖിർ. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു ഖുർആനിലെ ആയത്താണ്. വകുല്ലു അംരിൻ മുസ്തഖിർ. എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അതാണ്. എന്താണ് വകുല്ലു അംരിൻ മുസ്തഖിർ എന്ന് പറഞ്ഞാൽ? വകുല്ലു അംരിൻ മിൻ ഖൈരിൻ ഔ ശർരിൻ മുസ്തഖറുൻ ഖറാറഹു. ഏതൊരു ഖൈറിനും ഏതൊരു ഷർറിനും അതിൻ്റെ ഒരു പര്യവസാനമുണ്ട്, ഒരു എൻഡ് ഉണ്ട്. ആ എൻഡിലെത്തുമ്പോൾ എല്ലാവർക്കും അതിനെ തിരിച്ചറിയാൻ സാധിക്കും. വമുതനാഹിൻ നിഹായത്തഹു, അതിനൊരു നിഹായത്തുണ്ട്. ഫൽ ഖൈറു മുസ്തഖിറുൻ ബി അഹ്ലിഹി ഫിൽ ജന്ന. ഖൈർ അവരുടെ ഖൈറിൻ്റെ ആളുകളെ കൊണ്ട് സ്വർഗത്തിൽ ഇസ്തിഖറാറിൽ ചെന്നെത്തും. വശർറു മുസ്തഖിറുൻ ബി അഹ്ലിഹി ഫിന്നാർ. ഷർറ് അതിൻ്റെ ആളുകളെയും കൊണ്ട് നരകത്തിലും ഇസ്തിഖറാറാവും. അതുകൊണ്ട് സ്വർഗക്കാരോട് പറയും ഹുലൂദുൻ. ഇവിടെ ഹുലൂദാണ്, കരാറാണ്. ഇനി അവിടെ നിന്ന് പുറത്തു പോവുകയില്ല. ഇനി അവിടെ നിന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യമില്ല. അവിടെ അറ്റമില്ല, അവസാനമില്ല. നരകത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ. അതാണ് ഏറ്റവും വലിയ എൻഡ്. എന്നാൽ അതിനിടക്ക് ഓരോ ഇസ്തിഖറാറുണ്ടാവും. ചില ഹുജ്ജത്ത് ഖൈർ, അത് ഖൈറാണെന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ദുനിയാവ് തന്നെ സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. ഷർറ് ഷർറാണെന്ന് സ്ഥാപിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നാൽ അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് മരണത്തോടു കൂടിയൊരു ബോധ്യം വരും, ഖബറിൽ വെച്ച് ബോധ്യം വരും, മഹ്ശറിൽ വെച്ച് ബോധ്യം വരും. അതിൻ്റെ എൻഡാണ് സ്വർഗം. അതേപോലെ തന്നെ നരകവും. വകുല്ലു അംരിൻ മുസ്തഖിർ. വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അന്ന് മലക്കുകൾ അർശിന് ചുറ്റിലുമുണ്ടാകും. എല്ലാം ന്യായപ്രകാരം അള്ളാഹു വിധിക്കും. അങ്ങനെ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു ടീം സ്വർഗത്തിൽ, ഒരു ടീം നരകത്തിൽ. ആറാഫിൻ്റെ ആളുകളെ വരെ ഒരു ഇസ്തിഖറാറില്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക, ആറാഫിൻ്റെ ആളുകൾ. പിന്നെ അവരെയും എന്ത് ചെയ്യും? സ്വർഗത്തിലേക്കാക്കും. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാ ഖദാഅകളും വഖുദിയ ബൈനഹും ബിൽ ഹഖ് എല്ലാം കഴിഞ്ഞാൽ വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയപ്പെടും. കുല്ലു അംരിൻ മുസ്തഖിർ. അതുകൊണ്ട് തന്നെ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കളവ്, ആരാണ് സാഹിർ, എന്താണ് സിഹർ, ഇതൊക്കെ വ്യക്തമാക്കപ്പെടുന്ന ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് വിവേകമതികളായ ആളുകൾ തെളിവുകളുടെ പിന്നാലെ പോവുക, അവിവേകികൾ അവരുടെ ദേഹേച്ഛയുടെ പിന്നാലെയും പോകും. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിനെ മാറ്റിവെച്ച് സ്വന്തം തന്നിഷ്ടത്തെ പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരാണുള്ളത്? അപ്പോൾ ഏറ്റവും വലിയ വഴിപിഴവ് തന്നിഷ്ടമനുസരിച്ച് ജീവിക്കലാണ്. ഏറ്റവും വലിയ ബുദ്ധിമാൻ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി ജീവിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നിലക്ക് ഹിദായത്തിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.
പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു പഠനം ആ നിലക്കുള്ളൊരവസ്ഥയിലെത്താൻ നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ ശരിയായ പഠിതാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആനിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ വൈജ്ഞാനികമായ വിഷയങ്ങളെ അതിനെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.